വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പം ഇപ്പോൾ LDF കൺവീനർ ശ്രീ TP രാമകൃഷ്ണൻ തത്സമയം ചേരുന്നുണ്ട്. ഈ വാർത്താ പ്രഭാതത്തിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ്, 1200-ാം ആണ്ട് കന്നിമാസം 3-ാം തീയതി. പ്രിയപ്പെട്ടവരെ, TP രാമകൃഷ്ണൻ LDF കൺവീനർ നമുക്കൊപ്പം. നമസ്കാരം TP, ഗുഡ് മോർണിംഗ്. നമസ്കാരം. സന്തോഷം. നമ്മൾ അന്ന് TP രാമകൃഷ്ണൻ LDF കൺവീനർ ആവുന്ന നിമിഷം മുതൽ അങ്ങയുമായി ഒന്ന് സംസാരിക്കണം എന്നിങ്ങനെ കരുതിയതാണ്. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. എനിക്കൊന്നു സീതാറാം യെച്ചൂരിയുടെ മരണം ഒരു മങ്ങലേൽപ്പിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? അതെ. ആ പ്രയാസമുണ്ട്. പക്ഷേ ജനങ്ങൾ പൊതുവെ നല്ല നിലയിൽ ഓണത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. നിരവധി ആനുകൂല്യങ്ങൾ ആളുകളെ കിട്ടി. വിപണി വളരെ സജീവമായിരുന്നു. ജനങ്ങൾ വളരെ സന്തോഷകരമായി തന്നെ ഈ തവണത്തെ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം TP. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ അങ്ങ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടം മുതൽ ഞങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു വിവാദത്തിലും പെടാതെ അങ്ങ് വളരെ രാഷ്ട്രീയ സംയമനം പാലിച്ച് മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ്. LDF കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും പിഴച്ചു പോകാവുന്ന വാക്കും പിഴച്ചു പോകാവുന്ന ഒരു പ്രതികരണവും ഒക്കെ വലിയ രാഷ്ട്രീയ വാർത്തയാവുന്നൊരു സാഹചര്യമാണല്ലോ. ഞാനൊരു കാര്യം തുടക്കത്തിൽ ചോദിക്കട്ടെ, ആ രാഷ്ട്രീയ സംയമനം താങ്കൾ എങ്ങനെയാണ് പാലിക്കുന്നത്? എപ്പോഴും ഒരു പ്രകോപനം ഉണ്ടാവുമല്ലോ ഒരു വാക്ക് പറയാൻ. ഒന്ന് താങ്കൾ ഈ ബ്രേക്കിംഗ് വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു വാർത്താ തലക്കെട്ടാകരുതെന്ന് നിർബന്ധമുള്ളത് പോലെ തോന്നുന്നു. കാരണം എക്സൈസ് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാട് വിവാദങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ എങ്ങനെയാ ഒഴിഞ്ഞു നിന്നത്? ഞാൻ എല്ലാ പ്രശ്നങ്ങളെയും എൻ്റെ പാർട്ടി നിർദ്ദേശമനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സമീപിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും സത്യസന്ധമായി സമീപിക്കുക, മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാതെ പ്രശ്നങ്ങളെ സമീപിക്കുക, അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് എല്ലാ നിലയിലും എനിക്ക് സഹായകരമായ അന്തരീക്ഷമാണുള്ളത്. പാർട്ടി തീരുമാനത്തിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് പാർട്ടി തീരുമാനങ്ങളിൽ ഒരു കളങ്കവും വരുത്താതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന സമീപനമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പാർട്ടിയാണ് ബാധിക്കുക. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഈ നിറവേറ്റുന്നതെല്ലാം. മന്ത്രി എന്നുള്ള നിലയിൽ ജോലി ചെയ്തു വരുന്ന സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ് എനിക്ക് ധാരണയുള്ള ഒരു വകുപ്പ് തന്നെയാണത്. എങ്ങനെ വരാം, എങ്ങനെ സംഭവിക്കാം, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പരമാവധി ശരിയായ നിലയിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അഴിമതിയിൽ നിന്ന് പൂർണ്ണമായും മോചിതനായി നിന്നു എന്നുള്ളതാണ് ഒരു വിവാദങ്ങൾക്കും ഇടവരാൻ വഴി കൊടുക്കാതിരുന്നത്. അതെല്ലാ കാര്യങ്ങളും എൻ്റെ രാഷ്ട്രീയ ജീവിതം, ഞാൻ CPIM-ൻ്റെ അംഗമായിട്ട് 56 വർഷം കഴിഞ്ഞു. ഈ കാലയളവിൽ എല്ലാ നിലയിലും ഞാൻ പാർട്ടിയിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ജനങ്ങളോട് നീതി പുലർത്തി പ്രവർത്തിക്കാനാണ് ശ്രമിച്ചത്. ജനങ്ങളുടെ ജീവിതത്തിൽ പരമാവധി സഹായങ്ങൾ ചെയ്യുക എന്ന ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. ശ്രീ TP, എനിക്ക് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിലായിരുന്നില്ലെങ്കിൽ ഈ LDF കൺവീനർ പദവിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷം കിട്ടുമായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? കാരണം EP ജയരാജൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം ആ ഒഴിവിലേക്കാണ് താങ്കൾ വരുന്നത്. അദ്ദേഹം മാറാനിടയായ സാഹചര്യം പാർട്ടി വളരെ വ്യക്തമായി വിശദീകരിച്ചതുപോലെ LDF കൺവീനർ എന്ന സ്ഥാനത്ത് അദ്ദേഹത്തിന് പൂർണ്ണമായും ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല എന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ ഒരു പ്രസ്താവന അനുചിതമായി എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നതാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന വിശദീകരണം. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തിപരമായ ഒരു സന്തോഷം ഉണ്ടാകുമായിരുന്നോ ഈ LDF കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ? താങ്കൾ പറഞ്ഞതിനൊരു തിരുത്തുണ്ട്. ഏതെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ടല്ല EP ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞത്. ഏതെങ്കിലും കുറ്റം അദ്ദേഹത്തിൻ്റെ മേലെ ചുമത്തിയിട്ടില്ല. താങ്കൾ ഉന്നയിച്ചിട്ടുള്ള വിവാദ പ്രസ്താവനയെല്ലാം പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ചർച്ച നടത്തി അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. അതിനുശേഷവും അദ്ദേഹം കൺവീനർ സ്ഥാനത്ത് തുടർന്നിട്ടുണ്ട്. ഇത് തികച്ചും പാർട്ടിയുടെ സംഘടനാപരമായൊരു തീരുമാനമാണ്. ഓരോ വ്യക്തിയും ഓരോ സന്ദർഭത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണം, ഏത് ജോലി ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങളെല്ലാം പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്.
അങ്ങനെ ഒരു തീരുമാനത്തിന് വിധേയമായി എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളത് പാർട്ടി ഒരു ഘട്ടത്തിലും വിശദീകരിച്ചിട്ടില്ല. തിരുത്താം. പാർട്ടി സെക്രട്ടറി അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിരുന്ന ഒരു വാചകമാണ് ഞാൻ ഉദ്ധരിച്ചത്. എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചതാണ്. അത് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്തുകൊണ്ട് നീക്കി എന്ന ചോദ്യത്തിന് പറയുന്നതിന് മുൻപ് തന്നെ മാഷ് ആദ്യം തുടങ്ങിയ വാചകം തന്നെ ഇങ്ങനെയായിരുന്നു: LDF കൺവീനർ എന്ന സ്ഥാനത്ത് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അങ്ങനെയാണോ പാർട്ടി വിലയിരുത്തിയത്? അത് സെക്രട്ടറിയേറ്റിന് ശേഷം MV ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രസ് മീറ്റിലാണ് ഈ വാചകം. അതെല്ലാം അത് പാർട്ടിക്കകത്ത് പല കാര്യങ്ങളും ചർച്ച ചെയ്യല്ലോ. പാർട്ടിയെ ഒരു പ്രത്യേക കാരണം പാർട്ടി തീരുമാനിച്ച് വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാഷ് തന്നെ വ്യക്തത വരുത്തി പറയും. ഗോവിന്ദ മാഷിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം തന്നെയാണ് പറയാൻ അധികാരപ്പെട്ട ആള്. അദ്ദേഹം തന്നെ വ്യക്തമാക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമാണ്. എനിക്ക് മനസ്സിലായി കാര്യം. പാർട്ടി അത് ചർച്ച ചെയ്തു, അതിന്റെ ഭാഗമായി അദ്ദേഹം ഒഴിയുന്നു. ആ വാചകം തന്നെ വളരെ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുത്ത വാചകമാണ്. EP ജയരാജൻ ആ ചുമതല ഒഴിയുന്നു, TP രാമകൃഷ്ണൻ പുതിയ LDF കൺവീനറായി ചുമതലയേൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഒഴിയുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി അങ്ങനെയാണ്, അങ്ങ് വിശദീകരിച്ചതുപോലെയാണ് പാർട്ടി ഇത് വിശദീകരിക്കുക സാങ്കേതികമായി. ശരിയാണ്. ഒരു കാര്യം കൂടി TP രാമകൃഷ്ണൻ, ഈ EP സ്റ്റേറ്റ്മെന്റ് വരുന്ന ഒരു ഘട്ടത്ത് താങ്കൾ അത് കേൾക്കുന്നുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം. ഞാൻ അത് എത്രമാത്രം ഡാമേജിംഗ് ആയി എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ടാകും. താങ്കളെപ്പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങനെ ഒരു പ്രസ്താവന വരുന്ന സമയത്ത് രാഷ്ട്രീയമായി അല്പം ആയിട്ടുണ്ടാവില്ലേ TP രാമകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം? അല്ല, ആ പ്രശ്നങ്ങളെല്ലാം പാർട്ടി തന്നെ വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ മേലെ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് അത് സംബന്ധിച്ച് താങ്കൾ ഇപ്പോൾ പ്രകടിപ്പിച്ച ഏതെങ്കിലും ഒരു നിലപാടിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മുന്നണി സ്ഥാനം ഏറ്റെടുത്ത് എന്ന് പറയുന്നത് പാർട്ടി ഓരോ ഘട്ടത്തിലും ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ, അത് സാഹചര്യം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴും മുന്നണി കൺവീനർ സ്ഥാനം ആ നിലയിൽ ഉത്തരവാദിത്തം നിറവേറ്റി. മുന്നണിയിൽ വിവിധ പാർട്ടികളുണ്ട്, എല്ലാവരുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ആ കാര്യത്തിൽ പാർട്ടി വിശ്വാസം ഏൽപ്പിച്ചതിന്